നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ജോലി നാളേക്ക് നീട്ടി നീട്ടി വെക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യണ ജോലി നിങ്ങൾക്ക് 4 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് 4 മണിക്കൂർ വരെ നീട്ടി വലിച്ച് ചെയ്യണ ശീലം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും. കാരണം നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് വളരെ തെറ്റായ രീതിയിലാണ് പോകുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മോശം സ്റ്റേജിലോട്ട് കൊണ്ടെത്തിക്കും. ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് പോയിൻ്റ് എന്തെന്നാൽ ദിവസത്തിൻ്റെ പ്ലാൻ മുൻകൂട്ടി തയ്യാറാക്കുക കേട്ടോ. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകൂട്ടി എഴുതി വയ്ക്കുക. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 7 മണി തൊട്ട് 8 മണി രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യും. 8 തൊട്ട് 8:30 വരെ കുളിക്കുക, ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യുക. 9 തൊട്ട് 5 മണി വരെ വർക്ക് സ്പേസ്, പിന്നെ 5 ടു 6 വരെ നമ്മൾ ട്രാവലിംഗ് ടൈം. ഇങ്ങനെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് അത് പ്രകാരം നമുക്ക് സമയം എങ്ങനെയൊക്കെ പോകണമെന്ന് ഫസ്റ്റ് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ രീതിയിലാണ് ടൈം വേസ്റ്റായി പോകുന്നത്, ഏതൊക്കെയാണ് എഫക്റ്റീവായി പോകുന്നത് നമുക്ക് സ്വയം മനസ്സിലാക്കുക ഫസ്റ്റ്. സെക്കൻഡ് പോയിൻ്റ് വന്നിട്ട് പ്രധാന കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. എല്ലാ കാര്യങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കില്ല നമുക്ക്. ഫോർ എക്സാമ്പിൾ പറയുന്നത് എക്സാം അടുത്തിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയയോ യൂസ് ചെയ്യുന്നതല്ല ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ നമ്മൾ പഠനത്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കുറച്ചിട്ട് ഈ പഠനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. തേർഡ് പോയിൻ്റ് വന്നിട്ട് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക കേട്ടോ. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കില്ലേ, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ ഇന്ന് രാവിലെ മോർണിംഗിൽ നമ്മൾ ഹോം വർക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ വന്നിട്ട് ടൈം ടേബിൾ എടുത്ത് വയ്ക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ട് ഏതൊക്കെ ചെയ്തു എന്നുള്ളത് ടിക്കിട്ട് വയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും മിസ്സായിട്ടെങ്കിൽ അറിയാനും പറ്റും. കറക്റ്റ് ഓർഡറായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. ഫോർത്ത് പോയിൻ്റ് വന്നിട്ട് സോഷ്യൽ മീഡിയ, ഫോണ് കാര്യങ്ങളൊക്കെ കൃത്യമായ ടൈം നിശ്ചയിക്കുക. ആ സമയത്ത് മാത്രം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അല്ലാത്ത സമയത്ത് മറ്റേ ഇമ്പോർട്ടൻ്റായ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കുക. ഫിഫ്ത്ത് പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 30 മിനിറ്റ് വർക്ക് ചെയ്ത ശേഷം നമ്മുടെ ബ്രെയിനൊരു റിലാക്സിങ് ടൈം ഒരു 5 to 10 മിനിറ്റ്സ് കൊടുക്കുക. അത് കൂടുതൽ സമയം എഫക്റ്റീവായിട്ട് ചിലവാക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ. 1 മണിക്കൂർ ഒറ്റ ഇരിപ്പിന് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ മടുപ്പ് തോന്നും. ബാക്കിയുള്ള സമയമൊക്കെ തീർക്കാൻ വേണ്ടി ചെയ്യണമാതിരി തോന്നും. അപ്പോൾ നമ്മളൊരു ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് ബ്രെയിന് കൃത്യമായ റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ വർക്കിന് കൂടുതൽ ഫോക്കസ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. സിക്സ്ത് പോയിൻ്റ് വന്നിട്ട് മൾട്ടി ടാസ്കിങ് മാക്സിമം ഒഴിവാക്കുക കേട്ടോ. നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണ അതിൻ്റെ അത്ര പവർ നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും കേട്ടോ. സെവൻത്ത് പോയിൻ്റ് വന്നിട്ട് നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. പക്ഷെ ഓരോ ആൾക്കും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങളുടെ കൃത്യമായ രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് സ്വയം മനസ്സിലാക്കി ചെയ്യുക കേട്ടോ. എയ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നതാണ് കേട്ടോ. നമ്മൾ നോ പറയാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടും. നമ്മൾ ഇപ്പോൾ ഒരാൾ ഫ്രണ്ട് വിളിക്കുകയാണ്, അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റായ സമയം ഫുള്ളും വേസ്റ്റേജ് ചെയ്ത് കളയുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നയൻത്ത് പോയിൻ്റ് വന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വലിയ വലിയ ഗോൾസ് സെറ്റ് ചെയ്ത് മുന്നേറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലേസിനെസ്സും അതേമാതിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ഗോളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് മുന്നേറുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഗോളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെറിയ ഗോളിലൂടെ വലിയ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. 10ാമത്തെ പോയിൻ്റാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. നമ്മൾ സെൽഫ് റിവ്യൂ ചെയ്യുക. ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇതിലേതാണ് നന്നായി ഞാൻ ചെയ്തത്, ഏതാണ് ബെറ്റർ ആക്കേണ്ടത്, അപ്പോൾ നാളെ ഞാൻ എങ്ങനെ അത് ബെറ്ററായിട്ട് ചെയ്യാം എന്നുള്ളതൊരു റിവ്യൂ ആയിട്ട് ചെയ്തിട്ട് അത് നാളെ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ളത് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം കൺട്രോളും അതേ ടൈം മാനേജ്മെൻറ്റും എല്ലാം കൃത്യമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ്സിലോട്ട് എത്തിക്കും കേട്ടോ.